+2 തുല്യത ഇംഗ്ലീഷിൽ രണ്ടാമത്തെ യൂണിറ്റിൽ ആദ്യമായി നമുക്ക് പഠിക്കുവാനുള്ളത് ഇന്ത്യൻ എഴുത്തുകാരി സുധാ മൂർത്തിയുടെ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന പാഠഭാഗമാണ്. പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുന്നേ ഓഥറെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. സുധാമൂർത്തി വാസ് ബോൺ ഇൻ 1950 ഇൻ ഷിഖാവോൺ ഇൻ നോർത്ത് കർണാടക. 1950 വടക്കൻ കർണാടകയിലെ ഷിഖാവിലാണ് സുധാമൂർത്തി ജനിച്ചത്. എ പ്രോലിഫിക് റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് കന്നഡ, ഷീ ഹാസ് റിട്ടൺ നോവൽസ്, ടെക്നിക്കൽ ബുക്സ്, ട്രാവലോഗ്സ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ്. ഇംഗ്ലീഷിലും കന്നഡയിലും മികച്ച എഴുത്തുകാരിയായ അവർ നോവലുകൾ, സാങ്കേതിക പുസ്തകങ്ങൾ, യാത്രാ വിവരണങ്ങൾ, ചെറുകഥകൾ എന്നിവ എഴുതിയിട്ടുണ്ട്. ദി സ്റ്റോറി ഹൗ ഐ taught my grandmother to read is taken from her collection of stories recounting her real life experiences as teacher, social worker and writer. അധ്യാപിക, സാമൂഹിക പ്രവർത്തക, എഴുത്തുകാരി എന്നീ നിലകളിൽ തൻ്റെ യഥാർത്ഥ ജീവിതാനുഭവങ്ങൾ വിവരിക്കുന്ന കഥാസമാഹാരത്തിൽ നിന്നാണ് ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന കഥ എടുത്തത്. This story reminds us of the importance of simplicity, family love and friendship. ലാളിത്യം, കുടുംബസ്നേഹം, സൗഹൃദം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇൻട്രൊഡക്ഷൻ പാർട്ട് നോക്കാം. സുധാമൂർത്തി, എ വെൽ നോൺ റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് കന്നഡ, writes about her attempts to teach her grandmother to read the Kannada alphabet. ഇംഗ്ലീഷിലും കന്നഡയിലും അറിയപ്പെടുന്ന എഴുത്തുകാരിയായ സുധാമൂർത്തി മുക്തക്ഷിയെ കന്നഡ അക്ഷരമാല വായിക്കാൻ പഠിപ്പിക്കാനുള്ള തൻ്റെ ശ്രമങ്ങളെക്കുറിച്ച് എഴുതുന്നു. ഡു യു തിങ്ക് ഷീ അച്ചീവ്ഡ് ഹെർ ഗോൾ? അവർ ലക്ഷ്യം നേടിയെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വുഡ് യു like to read and enjoy her experience? അവരുടെ അനുഭവം വായിക്കുവാനും ആസ്വദിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? റീഡ് ഓൺ, തുടർന്ന് വായിക്കുക. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ആദ്യമായിട്ട് ഫസ്റ്റ് പാരഗ്രാഫ്. ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് ഈസ് റിട്ടൺ ബൈ സുധാമൂർത്തി. എങ്ങനെ ഞാൻ എൻ്റെ മുക്തക്ഷിയെ എഴുതാൻ പഠിപ്പിച്ചു എന്ന് പുസ്തകം എഴുതിയത് സുധാമൂർത്തിയാണ്. ഷീ ടെൽസ് അസ് ഹൗ ഷീ ടോട്ട് ഹർ ഗ്രാൻഡ് മദർ ദി കന്നഡ ആൽഫബറ്റ്. തൻ്റെ മുക്തക്ഷിയെ കന്നഡ അക്ഷരമാല പഠിപ്പിച്ചതെങ്ങനെയാണെന്ന് അവർ നമ്മോട് പറയുന്നു. ഹിയർ വി ഓൾസോ ഗെറ്റ് എ മെസ്സേജ് ദാറ്റ് ഏജ് ഈസ് നോട്ട് എ ബാർ ടു എനി അച്ചീവ്മെൻറ്റ്. പ്രായം ഒരു നേട്ടത്തിനും തടസ്സമല്ല എന്ന സന്ദേശവും ഇവിടെ നമുക്ക് ലഭിക്കുന്നു. സെക്കൻഡ് പാരഗ്രാഫ്. വെൻ ദി നറേറ്റർ വാസ് എ ഗേൾ ഓഫ് 12, ഷീ വാസ് സ്റ്റേയിങ് ഇൻ എ വില്ലേജ് ഇൻ നോർത്ത് കർണാടക വിത്ത് ഹെർ ഗ്രാൻഡ് പാരൻസ്. ആഖ്യാതാവിന് 12 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നപ്പോൾ അവൾ വടക്കൻ കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ മുത്തശ്ശിയോടൊപ്പം താമസിക്കുകയായിരുന്നു. ഇൻ ദോസ് ഡേയ്സ് ദേ യൂസ്ഡ് ടു ഗെറ്റ് എ കന്നഡ വീക്ക്ലി കോൾഡ് കർമ്മവീര. അക്കാലത്ത് അവർക്ക് കർമ്മവീര എന്ന പേരിൽ ഒരു കന്നഡ വാരിക ഉണ്ടായിരുന്നു. എ ഫേമസ് നോവൽ കാശി യാത്ര വാസ് അപ്പിയറിംഗ് ആസ് എ സീരിയൽ ഇൻ ദി വീക്ക്ലി. കാശി യാത്ര എന്ന പേരിൽ പ്രശസ്തമായ ഒരു നോവൽ വാരികയിൽ പരമ്പരയായി വന്നിരുന്നു. ഇറ്റ് ഈസ് ദ സ്റ്റോറി ഓഫ് ആൻ ഓൾഡ് ലേഡി ഹൂ വിഷസ് ടു ഗോ ടു കാശി. കാശിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വൃദ്ധയുടെ കഥയാണിത്. തേർഡ് പാരഗ്രാഫ്. ദ നറേറ്റേഴ്സ് ഗ്രാൻഡ് മദർ ഹാഡ് നെവർ ഗോൺ ടു സ്കൂൾ. കഥാകാരിയുടെ മുക്തക്ഷി ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. സോ ഷീ കുഡ് നോട്ട് റീഡ്. അതിനാൽ അവൾക്ക് വായിക്കാൻ കഴിഞ്ഞില്ല. ദി നറേറ്റർ വുഡ് റീഡ് കാശി യാത്ര ടു ഹർ. കഥാകാരി അവർക്ക് കാശി യാത്ര വായിച്ചു കൊടുക്കുമായിരുന്നു. വൺസ് ഷീ വെൻറ്റ് ഫോർ എ വെഡിങ് ടു ദി നൈബറിംഗ് വില്ലേജ്. ഒരിക്കൽ അവൾ
അയൽ ഗ്രാമത്തിലേക്ക് ഒരു വിവാഹത്തിന് പോയി. ഷീ സ്റ്റേയ്ഡ് ദെയർ ഫോർ എ വീക്ക്. അവൾ അവിടെ ഒരാഴ്ച താമസിച്ചു. വെൻ ഷീ കെയിം ബാക്ക് ഹർ ഗ്രാൻഡ് മദർ വാസ് ഇൻ ടിയേഴ്സ്. അവൾ തിരിച്ചെത്തിയപ്പോൾ അവളുടെ മുത്തശ്ശി കണ്ണീരോടെയായിരുന്നു, കരയുകയായിരുന്നു. ദാറ്റ് നൈറ്റ് ദ ഗ്രാൻഡ് മദർ ആസ്ക്ഡ് ദി നറേറ്റർ ടു ടീച്ച് ഹർ ദി കന്നഡ ആൽഫബറ്റ്. ആ രാത്രി മുത്തശ്ശി കഥാകാരിയോട് കന്നഡ അക്ഷരമാല പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ബിക്കോസ് ഷീ കുഡ് നോട്ട് നോ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് കാശി യാത്ര വെൻ ഹർ ഗ്രാൻഡ് ഡോട്ടർ വാസ് നോട്ട് ദെയർ. കാരണം ചെറുമകൾ ഇല്ലാത്തപ്പോൾ കാശി യാത്രയുടെ അടുത്ത എപ്പിസോഡ് അവൾക്ക് അറിയില്ലായിരുന്നു. അറ്റ് ഫസ്റ്റ് ദ നറേറ്റർ ലാഫ്ഡ് അറ്റ് ഹർ ബട്ട് ലേറ്റർ ഷീ എഗ്രീഡ്. ആദ്യം കഥാകാരി അവളെ പരിഹസിച്ചെങ്കിലും പക്ഷേ പിന്നീട് അവൾ സമ്മതിച്ചു. ഫോർത്ത് പാരഗ്രാഫ്. ദെസ് ദേ സ്റ്റാർട്ടഡ് ലേണിംഗ്. ഗ്രാൻഡ് മദർ വാസ് എ ഫാസ്റ്റ് ലേണർ. അങ്ങനെ അവൾ പഠിക്കാൻ തുടങ്ങി. മുത്തശ്ശി വളരെ വേഗത്തിൽ പഠിക്കുന്നവളായിരുന്നു. ഓൺ സരസ്വതി പൂജ ഡേ ഡ്യൂറിംഗ് ദസറ ഗ്രാൻഡ് മദർ ടച്ച്ഡ് ദി നറേറ്റേഴ്സ് ഫീറ്റ് ആൻഡ് ഗിഫ്റ്റഡ് എ ഫ്രോക്ക് മെറ്റീരിയൽ. ദസറ സമയത്ത് സരസ്വതി പൂജാ ദിവസം മുത്തശ്ശി കഥാകാരിയുടെ കാൽക്കൽ തൊട്ട് ഒരു വസ്ത്രം സമ്മാനിച്ചു. അക്കോർഡിംഗ് ടു ഹർ ഷീ ടച്ച്ഡ് ദ ഫീറ്റ് ഓഫ് ഹർ ടീച്ചർ. അവരുടെ അഭിപ്രായത്തിൽ അവർ തൻ്റെ അധ്യാപകൻ്റെ കാലിൽ ആണ് തൊട്ടത്. ദി നറേറ്റർ ഡിഡ് നോട്ട് ബാക്ക് ആൻഡ് ഗിഫ്റ്റഡ് ദ ബുക്ക് കാശി യാത്ര. കഥാകാരി അത് തിരിച്ചും ചെയ്തു. കാശി യാത്ര എന്ന പുസ്തകം സമ്മാനിച്ചു. ഗ്രാൻഡ് മദർ റീഡ് ദ കവർ പേജ് ആൻഡ് പാസ്ഡ് ദ ടെസ്റ്റ് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. മുത്തശ്ശി കവർ പേജ് വായിച്ച് പരീക്ഷയിൽ മികച്ച വിജയം നേടി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതോടുകൂടി ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. സുധാമൂർത്തിയുടെ ഹൗ ഐ ടീച്ച് മൈ ഗ്രാൻഡ് മദർ ടു റീഡ് എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി എഴുതി പഠിക്കുക. പരീക്ഷയ്ക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഓക്കെ, താങ്ക് യു.